ഇന്നൊരു പയർ വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അതായത് ഞാൻ ഇതിനു മുൻപ് 2 വീഡിയോകൾ ഇട്ടിരുന്നു പയർ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പോൾ അത് ഞാൻ എൻ്റെ മുറ്റത്ത് 5 വിത്തുകൾ പാകി മുളപ്പിച്ചിട്ട് പയർ കൃഷി ചെയ്യുകയാണ് കേട്ടോ. ആ 5 വിത്തുകളിൽ നിന്നുള്ള ചെടിയിൽ നിന്നുള്ള പയർ മതി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാം. ആദ്യമായിട്ടുണ്ടായ പയറെല്ലാം ഞാൻ വിത്തൊരുക്കുന്നതിന് വേണ്ടിയിട്ട് അത് മൂത്ത് പഴുക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ബാക്കിയുള്ള പയറുകൾ നമുക്ക് കറി വയ്ക്കാനായിട്ട് എടുക്കാം. ഇതിപ്പോൾ ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് 5-6 പയറുകൾ വിത്താക്കി എടുക്കാനായിട്ട് ഞാൻ മൂപ്പിക്കാൻ ഇട്ടതാണ് കേട്ടോ. ബാക്കിയെല്ലാം ഇതാണ്ടോ നല്ല പച്ച പയറുകൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാക്കുന്ന കറിക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പയർ വിളവെടുത്തിട്ട് നമ്മൾ മുറ്റത്തുനിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ രാവിലെ തന്നെ വിളവെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് തരം പയറാണെങ്കിലും അത് നമുക്ക് വേണ്ട രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല വിളവ് ഉണ്ടായി കിട്ടുമെന്നുള്ളതിന് ഉള്ള തെളിവാണ് ഞാൻ ഇട്ട് തരുന്ന വീഡിയോ. ഇതിൻ്റെ കൃഷി രീതി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആ വളം മാത്രമേ ഞാനിത് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പ്രത്യേക പരിചരണങ്ങളൊന്നും കൂടാതെ തന്നെ നന്നായിട്ട് വിളവ് ഉണ്ടാകുന്ന ഒരു കൃഷിയാണ് കേട്ടോ പയർ കൃഷി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിത്തുകൾ കിട്ടാനില്ല എങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന വൻപയറുണ്ടല്ലോ, അതിൽ നിന്ന് കേടുപാടുകളില്ലാത്ത നല്ല പയർ നോക്കി ഒരു അരമണിക്കൂറോളം ഒന്ന് കുതിർത്തിയതിന് ശേഷം മുറ്റത്ത് കൃഷി ചെയ്താൽ മതിയാകും. നല്ല വിളവ് കിട്ടുന്നതായിരിക്കും കേട്ടോ. പയർ കൃഷി ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ചാഴിയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരങ്ങളിലായിരിക്കും ചാഴിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ആ സമയത്ത് സന്ധ്യാസമയത്ത് ഈ പയർ കൃഷി ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തിന് ചുറ്റുമായിട്ട് പയർ ചെടിക്ക് ചുറ്റുമായിട്ട് 1-2 പന്തം കൊളുത്തി വയ്ക്കുകയാണെങ്കിൽ ചാഴിയുടെ ആക്രമണം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് കേട്ടോ. പന്തം എന്ന് പറയുന്നത് തീപ്പന്തമാണ് കേട്ടോ. ഒരു ചെറിയ കമ്പിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് തുണി ഒന്ന് ചുറ്റി കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എണ്ണ ഒഴിച്ചിട്ട് അതിന് തീ കൊടുക്കുക. അതാണ് തീപ്പന്തം എന്ന് പറയുന്നത്. ചെറിയ രീതിയിലുള്ള കീടബാധകളൊക്കെ സാധാരണയായിട്ട് കാണാറുണ്ട്. അതെല്ലാം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ പയർ നന്നായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിളവെടുത്ത പയർ ഇത്രയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാത്ത അത്രയധികം ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്കത്. അപ്പോൾ ഈ ഒരു സന്തോഷം വളരെ വലിയ സന്തോഷമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ കൃഷി ചെയ്ത് നോക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.